60 വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഒരു ട്രെയിനിൽ കണ്ടെത്തി. അവൾക്ക് ചുറ്റും യാതൊരു സാധനവും ഇല്ലായിരുന്നു. കൊലയാളിയെ കണ്ടെത്തുന്നതിന് സഹായകരമായ ഒരു തെളിവും അവൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല. കൊലയാളിയെ കണ്ടെത്തുക എന്നതിലുപരി മരിച്ച പെൺകുട്ടി ആരാണെന്ന വിവരം പോലും പോലീസിന് കണ്ടെത്താനായില്ല. അന്നത് മൊബൈൽ ഫോണും CCTV ക്യാമറകളും ഇല്ലാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വളരെ കുറവായൊരു കാലമായിരുന്നു. പെൺകുട്ടി ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ട്രെയിൻ മദ്രാസിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന പ്രശസ്തമായ ഒരു ട്രെയിൻ ആയിരുന്നു. ഈ ഒരു സംഭവം 1964 ഓഗസ്റ്റ് മാസം 16 നടക്കുന്നത്. ട്രെയിൻ ദാദർ കടന്നുപോയി. മുംബൈയിലെത്താൻ ഇനി കുറച്ചു മാത്രം ബാക്കി. ആ സമയം കോച്ച് അറ്റൻഡന്റ് കമ്പാർട്ട്മെന്റ് വാതിൽ തട്ടുകയായിരുന്നു. അതിനുള്ളിൽ ഒരു പെൺകുട്ടിയും ഒരു യുവാവും ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാം. സിയോൺ സ്റ്റേഷൻ എത്തുമ്പോൾ തങ്ങളെ എഴുന്നേൽപ്പിക്കണം എന്ന് യുവാവ് മുൻപേ ഈ അറ്റൻഡന്റിനോട് പറഞ്ഞിരുന്നു. അറ്റൻഡന്റ് വിഷമിക്കണ്ട, ഞാൻ ഉറപ്പായും ഉണർത്താം എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് മറന്നുപോയി. ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ട്രെയിൻ ദാദറിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം കരുതിയത് ശരി, ഇവിടെ ഉണർത്തിയാലും മതി എന്ന് കരുതി. അങ്ങനെ നേരെ ചെന്ന് വാതിൽ തട്ടി. പക്ഷെ ആരും തുറന്നില്ല. പിന്നീട് അദ്ദേഹം വാതിൽ തള്ളി തുറന്നപ്പോൾ അകത്ത് ആ യുവാവ് ഇല്ലായിരുന്നു. ആദ്യം അദ്ദേഹം കരുതിയത് ഒരു പക്ഷേ അയാൾ സ്റ്റേഷൻ എത്തിയപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം എന്ന്. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടത്. സീറ്റിന് കീഴിലുള്ള ലഗേജിന്റെ ഭാഗത്ത് ഒരു കൈ പുറത്തേക്ക് കിടക്കുകയാണ്. അദ്ദേഹം താഴേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി അവിടെ കിടക്കുന്നത് കണ്ടു. അവൾ ബോധരഹിതയാണെന്ന് കരുതി ഉടൻ പുറത്തേക്ക് വലിച്ചെടുത്തു. ഉടൻ ട്രെയിൻ നിർത്താനായി ആ ചെയിൻ വലിച്ചു. പോലീസിനെ വിളിക്കുകയും ചെയ്തു. പെട്ടെന്ന് പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് അവൾ ഇതിനകം മരിച്ചു എന്നാണ്. ഇത് കണ്ട എല്ലാവരും ഞെട്ടിപ്പോയി. ഉടൻ ഈ കേസ് പോലീസിന് കൈമാറി. ട്രെയിനിനെ മുംബൈയിലേക്ക് കൊണ്ടുപോയി. ആ ഒരു മൃതദേഹം കണ്ടെത്തിയ കമ്പാർട്ട്മെന്റ് സീൽ ചെയ്തു. ഒരു പോലീസ് സംഘം ആശുപത്രിയിലും മറ്റൊരു സംഘം ട്രെയിനിലും അന്വേഷണം ആരംഭിച്ചു. പക്ഷെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത് പെൺകുട്ടിയുടെ വസ്ത്രവും അവളുടെ കയ്യിലെ സ്വർണ്ണ മോതിരവും മാത്രമായിരുന്നു. അതൊഴിച്ച് മറ്റൊന്നും തന്നെ ഇല്ല. പെൺകുട്ടിയുടെ ബാഗ് ഇല്ല, ആ യുവാവിന്റെ ബാഗും ഇല്ല. ഇത് കവർച്ചയാണെങ്കിൽ എന്തിന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ വിലപ്പെട്ട മോതിരം അയാൾ ഉപേക്ഷിച്ചിട്ട് പോയി? ഇതായിരുന്നു പോലീസിന് സംശയം ഉയർത്തിയത്. ഒരു പക്ഷേ മോതിരം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അത് വിരലിൽ നിന്നും ഊരിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് കവർച്ച ചെയ്യാൻ വിചാരിച്ചയാൾ അത് എടുക്കാതെ പോയിട്ടും ഉണ്ടാകാം. ഇങ്ങനൊരു സാധ്യതയുമുണ്ട്. ആ മോതിരത്തിൽ P എന്ന അക്ഷരം എഴുതിയിരുന്നു. അത് അവളുടെ പേരിലോ അല്ലെങ്കിൽ വീട്ടുപേരിലോ അല്ലെങ്കിൽ ആരെയെങ്കിലും സൂചിപ്പിക്കുന്നതുമാകാം. കമ്പാർട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ നിരവധി സിസസ് ബ്രാൻഡ് സിഗരറ്റ് ബഡ്സും ചതഞ്ഞ സിഗരറ്റ് പെട്ടികളും കണ്ടെത്തി. ഇതോടെ പോലീസിന് മനസ്സിലായത് ആ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന യുവാവ് നന്നായി പുകവലിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇപ്പൊ പോലീസിന്റെ കൈവശമുള്ള തെളിവ് വെറും രണ്ട് തെളിവ് മാത്രമാണ്. ആ പെൺകുട്ടിയുടെ മോതിരവും ഈ സിഗരറ്റ് പെട്ടിയും മാത്രമാണ്. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ പോലീസിനോട് പറഞ്ഞത് റിസർവേഷൻ ബുക്ക് ചെയ്യുമ്പോൾ യാത്രക്കാരുടെ പേര് ഞങ്ങൾ രേഖപ്പെടുത്തുമായിരുന്നുവെന്ന്. പോലീസ് ഉടൻ തന്നെ ആ ലിസ്റ്റ് പരിശോധിച്ചു. കമ്പാർട്ട്മെന്റിന്റെ പുറത്ത് 2 പേരാണ് എഴുതിയിരുന്നത്. എൽ കന്ദസ്വാമി, K കന്ദസ്വാമി. വിലാസവും തമിഴ്നാട് എന്നായിരുന്നു എഴുതിയിരുന്നത്. ഇപ്പൊ പോലീസ് തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ടു. ആ വിലാസം പരിശോധിച്ചപ്പോൾ അത് തെറ്റായ അഡ്രസ് ആണെന്ന് കണ്ടെത്തി. അതേസമയം പെൺകുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. ആ ശരീരം ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു. അവളുടെ രൂപം കണ്ടിട്ട് അവൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പെൺകുട്ടിയാകാം എന്ന് പോലീസ് സംശയിച്ചു. റിസർവേഷനിൽ നൽകിയ പേരും വ്യാജമായിരിക്കാം എന്ന് മുംബൈ പോലീസ് കണ്ടെത്തി. കാരണം വിലാസം വ്യാജമാക്കുന്നവർക്ക് പേര് വ്യാജമാക്കാനും സാധിക്കും. പെൺകുട്ടിയുടെ വിരലിലുണ്ടായിരുന്ന P എന്ന അക്ഷരം കുത്തിയ മോതിരം. പക്ഷെ റിസർവേഷനിൽ അവൾ ഉപയോഗിച്ചത് L എന്ന പേര്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടിയുടെ പേര് K എന്നാണെങ്കിൽ അവളുടെ മോതിരത്തിലെ ആ P എന്ന അക്ഷരം അതെന്താണ് അർത്ഥമാക്കുന്നത്? അത് പോലീസിന് മനസ്സിലായില്ല. ആ Pക്ക് അവളുമായി എന്താണ് ബന്ധമെന്ന് പിടികിട്ടാതെയായി. പിന്നീട് പോലീസ് ആ പെൺകുട്ടിയുടെ ചിത്രം മദ്രാസിലെ പത്രങ്ങളിലൂടെ എല്ലാം പ്രസിദ്ധീകരിച്ചു. ആരെങ്കിലും തിരിച്ചറിഞ്ഞ് തങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്നായിരുന്നു പോലീസ് പ്രതീക്ഷിച്ചത്. അത് ഫലിക്കുകയും ചെയ്തു. തമിഴ്നാട് സംസ്ഥാനത്തെ സേലം ജില്ലയിൽ നിന്നുള്ള ഒരു ഡോക്ടർ പോലീസിനെ കോൺടാക്ട് ചെയ്തു. ഇത് തന്റെ പ്രദേശത്തെ പെൺകുട്ടിയാണെന്നും കുറച്ച് ദിവസങ്ങളായി അവളെ കാണാതായെന്നും പറഞ്ഞു. പെൺകുട്ടിയുടെ പേര് പാപ്പൽ ആണെന്നും അദ്ദേഹം പറഞ്ഞു. അവൾ ധരിച്ചിരുന്ന മോതിരത്തിൽ P എന്ന അക്ഷരം ഉണ്ടായിരുന്നതിനാൽ പേര് പാപ്പൽ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പിന്നീട് പോലീസ് അതേ ഡോക്ടറോട് ഈ പെൺകുട്ടിയുടെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് മുംബൈയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ഡോക്ടർ തന്റെ തന്നെ പണം ചിലവഴിച്ച് പാപ്പലിന്റെ അമ്മയെ മുംബൈയിലേക്ക് അയച്ചു. അമ്മ അതേ ട്രെയിനിൽ യാത്ര ചെയ്ത് മുംബൈയിലെത്തി. പോലീസ് അവരെ നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. മകളുടെ ശരീരം കണ്ടതോടെ അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി.
അത് തന്റെ മകളാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് അമ്മയെ ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് 5 പെൺമക്കൾ ഉണ്ടെന്നും പാപ്പൽ 2 വർഷം മുൻപ് വിവാഹിതയായി എന്നും അവർ പറഞ്ഞു. മറ്റു മക്കളെല്ലാം വിവാഹിതരാണ്. പാപ്പലിന്റെ ഭർത്താവ് അവളെ വളരെയധികം പീഡിപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹമോചനത്തിലേക്ക് കാര്യങ്ങൾ പോയി. വിവാഹമോചനത്തിന് ശേഷം അവൾ നഷ്ടപരിഹാരത്തിനായി കേസും ഫയൽ ചെയ്തിരുന്നു. ഇത് കേട്ട് പോലീസ് ആദ്യം സംശയിച്ചത് പാപ്പലിന്റെ ഭർത്താവിനെയാണ്. അതേസമയം ട്രെയിനിലെ കോച്ച് അറ്റൻഡന്റ് പാപ്പലിനോടൊപ്പം ഉണ്ടായിരുന്ന ആൺകുട്ടിയുടെ മുഖം വ്യക്തമായി കണ്ടിരുന്നു. അവനെ വീണ്ടും കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പോലീസ് പാപ്പലിന്റെ ഭർത്താവിന്റെ ചിത്രം അറ്റൻഡന്റിന് കാണിച്ചെങ്കിലും ഇയാളല്ല അന്നത്തെ ആ വ്യക്തിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് പാപ്പലിന്റെ അമ്മയുടെ സംശയം മറ്റൊരാളിലായിരുന്നു. ആ ഗ്രാമത്തിലെ തന്നെ സർപഞ്ച് എന്നൊരു വ്യക്തി. അവനെ പലപ്പോഴായി പാപ്പലിന്റെ ഭർത്താവിനോടൊപ്പം കണ്ടിട്ടുമുണ്ട്. പോലീസ് ഉടൻ ആ ഗ്രാമത്തിലെത്തി അന്വേഷണം ആരംഭിച്ചു. ആ സമയത്ത് ഗ്രാമവാസികൾ പറഞ്ഞത് ഈ സർപഞ്ച് നല്ലൊരു വ്യക്തിയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല, ഇത്തരം പ്രവൃത്തികൾ അവൻ ഒരിക്കലും ചെയ്യില്ല എന്ന് എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞു. പോലീസ് പിന്നീട് ഒരിക്കൽ കൂടെ ചോദിച്ചു, ഈ സർപഞ്ച് പുക വലിക്കുമോ അല്ലെങ്കിൽ മദ്യപിക്കുമോ എന്ന്. ഇതിന് ഗ്രാമവാസികൾ പറഞ്ഞത് ഇല്ലില്ല, അവൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണെന്ന്. ഇത് കേട്ട് പോലീസ് ആശ്ചര്യപ്പെട്ടു. കാരണം പെൺകുട്ടിയോടൊപ്പം കണ്ട ആൺകുട്ടി ഒരു പുകവലിക്കാരനായിരുന്നു. സംഭവ സ്ഥലത്ത് കണ്ടെത്തിയ ഈ സിസേഴ്സ് ബ്രാൻഡിന്റെ സിഗരറ്റും അതിന് തെളിവായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ പോലീസ് ഈ സർപഞ്ചിന്റെ ചിത്രം ഈ കോച്ച് അറ്റൻഡന്റിനോട് കാണിച്ചു. ഇവനാണോ അന്നത്തെ ആ വ്യക്തി എന്ന് ചോദിച്ചു. അതിന് അയാൾ പറഞ്ഞത് ഇല്ലില്ല, ഇയാളല്ല അയാളെന്നും പറഞ്ഞു. ഇപ്പൊ പോലീസിന് വലിയ ആശയക്കുഴപ്പം. പെൺകുട്ടിയുടെ ഭർത്താവുമല്ല സർപഞ്ചുമല്ല. അപ്പോ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ അതാരാണ്? യാതൊരു തെളിവുമില്ല, സൂചനയും ഇല്ല. അവസാനം പോലീസ് ഒരു പദ്ധതി ഇട്ടു. പാപ്പൽ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ഈ സിസേഴ്സ് ബ്രാൻഡ് സിഗരറ്റ് വലിച്ചിരുന്നവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ഒരു ടീമിനെ നിയോഗിച്ചു. പോലീസ് ആദ്യം കടകളിൽ ചെന്ന് അന്വേഷിച്ചു. ആ ബ്രാൻഡ് വലിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി. ചിലർ വില കുറഞ്ഞ ബീഡി മാത്രമേ വലിക്കാറുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട ചിലർ മാത്രമാണ് യഥാർത്ഥ സിഗരറ്റ് വലിച്ചിരുന്നത്. പോലീസ് അവർ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ചെന്നു. അവർക്കും പാപ്പലിനും ഇടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ചോദിച്ചു. ബന്ധം ഇല്ല എന്ന് ഉറപ്പായാൽ പോലും അവരുടെ ചിത്രം കോച്ച് അറ്റൻഡന്റിന് കാണിക്കും. കോച്ച് അറ്റൻഡന്റും ഇല്ലല്ല ഇവനല്ല എന്ന് പറയുകയാണെങ്കിൽ സംശയത്തിന്റെ പട്ടികയിൽ നിന്നും ഇവരെ നീക്കം ചെയ്യും. ഇങ്ങനെയായിരുന്നു ഇവരുടെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവസാനം ഒരു പേര് മാത്രമായിരുന്നു ബാക്കി വന്നത്. എന്നാൽ ആ വ്യക്തി ആ സമയം ഗ്രാമത്തിൽ ഇല്ലായിരുന്നു. ചോദ്യം ചെയ്യൽ നടക്കുന്ന സമയത്ത് അവൻ പുറത്തെവിടെയോ പോയിരുന്നു. അല്പ ദിവസത്തിന് ശേഷം അവൻ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. പോലീസ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് അവന്റെ പേര് പളനിസ്വാമി എന്നാണ്. അവൻ സിഗരറ്റ് വലിക്കുമോ എന്ന് പോലീസ് ഗ്രാമവാസികളോട് ചോദിച്ചപ്പോൾ അതെ, അവൻ വലിക്കും എന്ന്. പോലീസ് അവന്റെ വീട്ടിലെത്തിയപ്പോൾ അത്ഭുതകരമായി പളനിസ്വാമി അതേ സിസേഴ്സ് ബ്രാൻഡ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചുരുങ്ങിയ സമയം കൊണ്ട് അവൻ എല്ലാ സത്യവും പറഞ്ഞു. പോലീസ് പക്ഷെ ഇതിനകം തന്നെ ചില ഡാറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ഓഗസ്റ്റ് 15-നും 16-നും ഈ സ്വാമി ഗ്രാമത്തിൽ ഇല്ലായിരുന്നു, എവിടെയോ യാത്രയ്ക്ക് പോയിരുന്നു എന്ന് പോലീസ് ഇതിനകം കണ്ടെത്തി. അതുപോലെ കോച്ച് അറ്റൻഡന്റിനോടും ഇയാളുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഇയാൾ തന്നെയാണ് പാപ്പലിനോടൊപ്പം ട്രെയിനിൽ ഉണ്ടായിരുന്ന വ്യക്തിയെന്നും അറ്റൻഡന്റ് ഉറപ്പിച്ചു. ഇതോടെ പോലീസിന് തെളിവുകളെല്ലാം ഉറപ്പായി. എങ്കിലും പോലീസിന് വേണ്ടത് അവന്റെ മൊഴിയാണ്. അങ്ങനെ പളനിസ്വാമിയെ നേരെ മുംബൈയിലേക്ക് കൊണ്ടുപോയി തെളിവുകളെല്ലാം നിരത്തിവെച്ചു. ഇനി നീ എന്തൊളിച്ചു വെച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ല, എല്ലാ സത്യവും പറയുന്നതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞു. സ്വാമിക്ക് മനസ്സിലായി ഇനി മറ്റു മാർഗമില്ല എന്ന്. അവൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഓരോന്നായി പറയാൻ തുടങ്ങി. പാപ്പൽ വിവാഹിതയായിരുന്നു. വിവാഹശേഷം പാപ്പലിനെ അവളുടെ ഭർത്താവ് നിരന്തരം ടോർച്ചർ ചെയ്യുമായിരുന്നു. അതേസമയം മദ്രാസിലേക്കുള്ള യാത്രകൾക്കിടയിൽ സ്വാമി അവളെ കണ്ടുമുട്ടി. ആദ്യം നല്ല സുഹൃത്തുക്കളായി, പിന്നീട് അതൊരു പ്രണയമായി. പാപ്പൽ അവനോട് ആവശ്യപ്പെട്ടത് നല്ല വസ്ത്രം, വിലയേറിയ വസ്തുക്കൾ, ആഭരണങ്ങൾ ഇതൊക്കെയായിരുന്നു. സ്വാമി എല്ലാം വാങ്ങിക്കൊടുത്തു. തന്റെ മുഴുവൻ ശമ്പളം ഉപയോഗിച്ചും അവൾക്ക് ആവശ്യമായ എല്ലാം വാങ്ങിക്കൊടുത്തു. 1 വർഷം ഇങ്ങനെ കടന്നുപോയി. ഈ സമയം പാപ്പൽ തന്റെ ഭർത്താവിനെ വിവാഹമോചനം ചെയ്തു. പളനിസ്വാമി കരുതിയത് ഇനി തന്നെ വിവാഹം ചെയ്യും എന്നായിരുന്നു. പക്ഷെ ആ സമയത്തായിരുന്നു പളനിസ്വാമിക്ക് കടുത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായത്. പാപ്പൽക്കായി ചിലവഴിച്ച പണം കാരണം അവന്റെ മുഴുവൻ സേവിങ്സും നഷ്ടമായിരുന്നു. അതുകൊണ്ട് പാപ്പലിനോട് ചെന്ന് കുറച്ച് പണം ചോദിച്ചു. പക്ഷെ അവളുടെ പക്കൽ പണമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇത് സ്വാമിക്ക് വല്ലാത്ത നിരാശയും ദേഷ്യവും ഉണ്ടാക്കി. പക്ഷെ അതൊന്നും അദ്ദേഹം പുറത്ത് പ്രകടിപ്പിച്ചില്ല. പിന്നീട് അദ്ദേഹം ചിന്തിച്ചത്, ഞാൻ വാങ്ങിക്കൊടുത്ത ആഭരണങ്ങളെല്ലാം അവളുടെ പക്കൽ തന്നെ ഉണ്ട്, അത് തിരികെ ലഭിച്ചാൽ തന്റെ പ്രശ്നം എല്ലാം തീരും. പക്ഷെ ചോദിച്ചാൽ എന്തായാലും അവൾ തരില്ല. അതിനായി ഒരു പദ്ധതി ഇട്ടു. നമുക്ക് മുംബൈയിലേക്ക് ഒരു യാത്ര പോകാമെന്ന് പാപ്പലിനോട് പറഞ്ഞു.
യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാപ്പൽ അതിന് സമ്മതിച്ചു. മുംബൈയിലേക്ക് പോകുമ്പോൾ നീ ഞാൻ വാങ്ങിത്തന്ന എല്ലാ ആഭരണങ്ങളും ധരിച്ചിട്ട് വാ, ഞാനൊന്ന് കാണട്ടെ എന്നും അയാൾ പറഞ്ഞു. പാപ്പൽ അത് കേട്ട് സന്തോഷത്തോടെ സമ്മതിച്ചു. അവൾ അറിയാതെ തന്നെ സ്വാമി ഇതിനകം അവളെ കൊല്ലാനുള്ള പദ്ധതി ഇട്ടിരുന്നു. ഇതിനായി സ്വാമി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഓഗസ്റ്റ് 15-ന് മദ്രാസിൽ നിന്നും യാത്ര തുടങ്ങി. ഓഗസ്റ്റ് 16-ന് പൂനെയിലെത്തി. സ്വാമി മുൻകൂട്ടി തന്നെ വെള്ളത്തിൽ വിഷം കലർത്തിയിരുന്നു. അവിടെയുള്ള സ്റ്റാഫ്സ് ഒന്നും കാണാതിരിക്കാൻ മുംബൈയിലേക്ക് എത്തുന്ന സമയത്ത് അത് കൊടുക്കാൻ അയാൾ തീരുമാനിച്ചിരുന്നു. സ്വാമി അങ്ങനെ തന്റെ പദ്ധതിയെല്ലാം നടപ്പിലാക്കി. പാപ്പലിന് വെള്ളം കൊടുത്തു. അവൾ ഒന്നും അറിയാതെ അത് കുടിച്ചു. പെട്ടെന്ന് അവളുടെ ആരോഗ്യനില മോശമായി. അവൾക്ക് പെട്ടെന്ന് ബോധം നഷ്ടമാവുകയും ചെയ്തു. അവൾക്ക് ബോധം നഷ്ടമാകുന്നതിനിടെ പെട്ടെന്ന് സ്വാമി അവളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ തുടങ്ങി. പാപ്പൽ അയാളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ സ്വാമി ശക്തിയായി പിടിച്ചിരുന്നു. നിമിഷങ്ങൾക്കകം അവൾ മരിച്ചു. ശേഷം പാപ്പലിന്റെ മൃതദേഹം സീറ്റിനടിയിൽ ഒളിപ്പിച്ചു. പക്ഷേ ഒരു കൈ പുറത്തു കിടക്കുന്ന നിലയിൽ തന്നെയായിരുന്നു. അതായിരുന്നു സ്വാമിയുടെ ഏറ്റവും വലിയ പിഴവ്. തുടർന്ന് അയാൾ ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും സ്റ്റേഷൻ അടുത്തെത്തിയിരുന്നു. മോതിരം എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഊരാനായില്ല. റിസർവേഷൻ ബുക്ക് ചെയ്യുമ്പോൾ സ്വാമി വ്യാജ പേരും വിലാസവും കൊടുത്തിരുന്നു. പാപ്പാലിനോടും അത് ചോദിച്ചപ്പോൾ അവൾ അത് സമ്മതിച്ചിരുന്നു. കാരണം വിവാഹമോചനത്തിന് ശേഷം മറ്റൊരു പുരുഷനുമായി യാത്ര ചെയ്യുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ അത് പ്രശ്നമാകും. ഇതൊക്കെയായിരുന്നു അന്ന് സംഭവിച്ചത്. ഇപ്പോൾ പോലീസിന് എല്ലാ തെളിവുകളും ലഭിച്ചു, മൊഴിയും ലഭിച്ചു. എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി. പാപ്പൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവളുടെ മോതിരത്തിൽ സ്വാമിയുടെ മുടി കുടുങ്ങിയിരുന്നു. പരിശോധനയിൽ അത് സ്വാമിയുടേതാണെന്നും കണ്ടെത്തി. ഇങ്ങനെ മറ്റെല്ലാ തെളിവുകളും ചേർത്ത് സ്വാമി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. അങ്ങനെ ആജീവനാന്ത തടവിന് ശിക്ഷിച്ചു. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അന്നത്തെ കാലം മൊബൈൽ, CCTV ഒന്നും ഇല്ലാത്ത കാലം. പോലീസ് വളരെ ബുദ്ധിപൂർവ്വം കഠിനാധ്വാനം ചെയ്ത് കൊലയാളിയെ കണ്ടെത്തി. സ്വാമി പാപ്പാലിനെ കൊന്നത് പണത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അവന്റെ ഏറ്റവും വലിയൊരു പിഴവ് തന്റെ മുഴുവൻ സമ്പാദ്യവും അന്ധമായി അവൾക്ക് വേണ്ടി ചിലവഴിച്ചതാണ്. അവൻ പണവും നഷ്ടപ്പെടുത്തി, സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തി, അവസാനം ഒന്നും ലഭിക്കാതെ ജീവിതകാലം മുഴുവനും ജയിലിൽ കഴിയേണ്ടി വന്നു. ഈ ഒരു കേസിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ഒന്നാമത്തെ കാര്യം, അന്ധമായ പ്രണയവും അതിരുകടന്ന വിശ്വാസവും ജീവിതത്തെ തന്നെ നശിപ്പിക്കും. ഒരാളെ അതിയായി വിശ്വസിച്ച് എല്ലാം ചിലവഴിക്കുമ്പോൾ അവസാനം നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ പണത്തിന് നിയന്ത്രണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ദുരന്തത്തിലേക്ക് നയിക്കും. പണം ഇല്ലാതായപ്പോഴാണ് സ്വാമി തെറ്റായ തീരുമാനം എടുത്തത്. അതുതന്നെ അവൻ്റെ ജീവിതകാലം മുഴുവനും അവനെ ശിക്ഷിച്ചു. മൂന്നാമത്തെ കാര്യം, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരിക്കലും ക്രൈമിൽ അങ്ങനെ തീർക്കാനാകില്ല. കൊലപാതകം പോലെയുള്ള ക്രൂര പ്രവൃത്തി ഒരു പ്രശ്നം ഒരിക്കലും പരിഹരിക്കില്ല. പകരം കൂടുതൽ ശിക്ഷയും വേദനയുമായിരിക്കും നൽകുക. നാലാമത്തെ കാര്യം, വഞ്ചന, സ്വാർത്ഥത, ഇതൊക്കെ ഒടുവിൽ സ്വന്തം നാശത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. സ്വാമി പാപ്പാലിനെ കൊന്ന് ആഭരണങ്ങളൊക്കെ നേടാനാണ് ശ്രമിച്ചത്. പക്ഷെ അവസാനം അവന് ലഭിച്ചതോ ജയിലിലേക്കുള്ള വഴിയാണ്. അഞ്ചാമത്തെ കാര്യം, ഒരു സ്നേഹബന്ധത്തിൽ സത്യസന്ധതയും മാന്യതയും ഒക്കെ അനിവാര്യമാണ്. സ്വാർത്ഥതയല്ല വേണ്ടത്, പരസ്പര ബഹുമാനമാണ് ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ. അവസാനമായി, അന്ധമായ സ്നേഹവും സ്വാർത്ഥതയും ചേർന്നാൽ മനുഷ്യന് ഏറ്റവും ഭയാനകമായ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിയും നിയന്ത്രണവും സത്യസന്ധതയും ഒക്കെയാണ് ഏറ്റവും അത്യാവശ്യം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.